അലി ഇബ്നു അബി താലിബിനെ കൊന്ന, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന, ഫാത്തിമ ബീവിയുടെ വീട്ടിനെ തീവച്ച, കഅബ പൊളിച്ച, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൊല ചെയ്ത, സഹാബികളെ കൊല ചെയ്ത, സിഫീൻ യുദ്ധം ചെയ്ത ഈ മനുഷ്യരുണ്ടാക്കിയ മതത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇയാളിവിടെ പറഞ്ഞു അലി റളിയല്ലാഹുവിനെ കൊന്നതാരാണ്? അലി റളിയല്ലാഹുവിനെ കൊന്നതാരാണ്? ഈ ഖവാരിജുകളും അതുപോലെ തന്നെ ഈ ഷിയാക്കളും അടക്കമുള്ള ആളുകൾ കൂഫയിൽ നിന്ന് കൊന്നവരാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നതാരാണ്? ഈ അബ്ദുല്ലാഹി ഇബ്നു സബ അടക്കമുള്ള ആളുകൾപ്പെട്ട ആൾക്കാരായിരുന്നു. ഇനി ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നതാരാ? ഹുസൈൻ റളിയല്ലാഹുവിനെ കൂഫയിലേക്ക് കത്തുകൾ അയച്ച് വരുത്തി കർബലയിൽ സഹായികളില്ലാതെ ഒറ്റപ്പെടുത്തുകയും എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്ത് മുഖ്താർ അലി സഖഫി എന്ന് പറയുന്ന ഷിയ റാഫിളിയാണ്. ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നതിൽ പ്രധാനമായിക്കൊണ്ടുള്ള ഷിയാക്കളായിരുന്നു. ഇറാനിൽ നടന്ന ഷിയ ക്രൂരതകൾ, അതേപോലെ തന്നെ അവിടെ പിന്നെ ഖുമൈനിക്ക് ശേഷം ഖാംനഈ അതിൻ്റെ പ്രചാരകനായി മാറിയത്, എന്നിട്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ പ്രവാചകന്മാരുടെ ചരിത്രവുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ബന്ധിപ്പിച്ചിട്ട് അവർക്ക് തുല്യമാക്കി ഇവരെ അവതരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിൽ ആരുണ്ട്? സഹാബത്തുണ്ടല്ലോ. ആ ഇസ്ലാമിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഖത്താബ് ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആൾക്കാരുണ്ട്. പക്ഷേ ഷിയാക്കൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ ഇവരൊക്കെ പുറത്താണ്. നമുക്ക് ആദ്യമായിട്ടൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. മദീനയെ നശിപ്പിച്ച, മദീനയിലെ സ്ത്രീകളെ ബലാത്കാരം ചെയ്ത, മദീനയിൽ സഹാബികളെ കൊന്നു തള്ളിയ, കർബലയിൽ ഹസൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്ന, അലി ഇബ്നു അബി താലിബിനെ കൊന്ന, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന, ഫാത്തിമ ബീവിയുടെ വീട്ടിനെ തീവച്ച, കഅബ പൊളിച്ച, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൊല ചെയ്ത, സഹാബികളെ കൊല ചെയ്ത, സിഫീൻ യുദ്ധം ചെയ്ത ഈ മനുഷ്യരുണ്ടാക്കിയ മതത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇത് തിരിച്ചറിഞ്ഞാൽ മതി. ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് ഇവർ എഴുതി വെച്ച കിതാബുകളാണ്, ഇവർ എഴുതി വെച്ച ചരിത്രമാണ്, ഇവരുണ്ടാക്കിയ ഫിഖ്ഹാണ്, ഇവരുണ്ടാക്കിയ രീതിശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം വെറുക്കപ്പെട്ടതായി മാറിയത്. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം എന്ന പേര് കേൾക്കുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നത്. കാരണം ചോരയുടെ മണമുണ്ട് ഇന്ന് നമ്മൾ പോകുന്ന ഇസ്ലാമിന്. ആരുടെ ചോര? പ്രവാചക കുടുംബത്തിന്റെയും പ്രവാചക ശിഷ്യന്മാരുടെയും ചോരയുടെ മണം. ഇന്ന് നമ്മൾ പോകുന്ന ഇസ്ലാമിന് വാളിന്റെ മൂർച്ചയുണ്ട്. ഈ ഇസ്ലാമിന് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയില്ല, ഈ ഇസ്ലാമിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല, ഈ ഇസ്ലാമിന് സമൂഹത്തോട് ഒന്നും പറയാനുള്ള യോഗ്യതയില്ല. കാരണം ഇത് ഇത്തരത്തിൽ അക്രമത്തിന്റെയും ക്രൂരതയുടെയും വഴികളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. സൽഫി കേട്ടല്ലോ, അഹ്ലുസുന്നയെ വികൃതമാക്കാൻ വേണ്ടി എന്നും ഷിയാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇയാൾ കുറേ കാലമായി കേരളത്തിൽ ഇങ്ങനെ പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ട് കുറേ നാരായണ ഗുരുവിൻ്റെ ആളായി പറയും, പിന്നെ കുറേ ഷിയായിട്ട് പറയും, പിന്നെ കുറേ ഹദീസ് നിഷേധിയായിട്ട് വരും. അങ്ങനെ പല കോലത്തിലാണ് വരിക. സാധാരണ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ മുഖത്തിൽ അവർ ലോകത്തോടെയും പ്രത്യക്ഷപ്പെടാറില്ല. അത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടുന്നില്ല. അത് ശരിയാണ്, ഇയാൾ ഇഷ്ടപ്പെടുന്നില്ല. ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ ഇസ്ലാമാണ്. തീർച്ചയായിട്ടും ഷിയാക്കൾ ഇസ്ലാമിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശരിയായിരിക്കും. പിന്നെ മനുഷ്യന്മാരെ സ്നേഹിക്കുക. കാരണം മനുഷ്യന്മാരെ സ്നേഹിക്കണമെന്നും സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നും ഈ ഖുർആനും സുന്നത്തും പഠിക്കുന്ന ഒരാൾക്കും സലഫി അഖീദയും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തും മൻഹജും സ്വീകരിക്കുന്ന ഏതൊരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. കാരണം അതിലേക്ക് ആളുകൾ ലക്ഷോപലക്ഷം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇയാളോട് പറഞ്ഞു സഹാബത്തിനെ കൊന്ന, മുസ്ലിമീങ്ങളെ കൊന്ന രക്തത്തിൻ്റെ മണമുള്ള ഇസ്ലാമാണ് അഹ്ലുസുന്നയുടെ ഇസ്ലാം. അവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ആരുടെ ഇസ്ലാമാണ് രക്തത്തിൻ്റെ ചൊവ്വയുള്ളതും ചതിയുടെയും വഞ്ചനയുടെയും രക്തത്തിൻ്റെ മണമുള്ളതും വാളിൻ്റെ മൂർച്ചയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാം ഒരിക്കലും അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഇസ്ലാമല്ല. അതിലൊരിക്കലും രക്തം ചിന്തലോ അല്ലെങ്കിൽ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരാളുടെ മനുഷ്യൻ്റെ രക്തം ചിന്താൻ വേണ്ടി യുദ്ധം ഉണ്ടാവുകയോ അഥവാ മറ്റൊരാളെ ക്രൂരമായി പീഡിപ്പിക്കുകയോ ചെയ്യുന്ന അവസ്ഥയില്ല. അപ്പം ഷിയാക്കൾ പറയുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് മനസ്സിലാക്കാൻ ഒറ്റ പോയിൻ്റ് മാത്രം മതി. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിൽ ആരുണ്ട്? സഹാബത്തുണ്ടല്ലോ. ആ ഇസ്ലാമിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഖത്താബ് ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആൾക്കാരുണ്ട്. പക്ഷേ ഷിയാക്കൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ ഇവരൊക്കെ പുറത്താണ്. പ്രവാചകൻ്റെ ഭാര്യമാരടക്കം പുറത്താണ്. അപ്പോൾ ആ സഹാബത്തിനെ തള്ളിക്കൊണ്ടുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതേതായാലും അഹ്ലുസുന്ന ഇസ്ലാമല്ല, യഥാർത്ഥ ഇസ്ലാമല്ല. പിന്നെ ഇവർ പറയുന്ന ഈ ഒറിജിനൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാരുണ്ടാക്കിയതാണ്?
അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതൻ ഉണ്ടാക്കിയത്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ യുദ്ധഖുതിയന്മാരാണ്. കുല്ലമ ഔഖദു നാറൻ, അതായത് യുദ്ധത്തിന് എന്ത് ചെയ്യുക, തീ കത്തിക്കുക, അതുപോലെ തന്നെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക, പിന്നെ പ്രവാചകന്മാരെ കൊല്ലുക, ഇതൊക്കെ ആരെ പതിവായിരുന്നു? ജൂതന്മാരെ പതിവാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരെ വധിക്കുന്നതടക്കമുള്ള ഫിത്നയും ഫസാദും രക്തം ചൊരിച്ചിലും ഉണ്ടാക്കിയ ഈ ജൂതന്മാരാണ് യഥാർത്ഥത്തിൽ ആരുണ്ടാക്കിയത്? ഷിയായിസ് ഉണ്ടാക്കിയത്. അബ്ദുല്ലാഹിബ്നു സബഇ എന്ന് പറയുന്ന ജൂതനാണ് ഈ ഷിയായിസ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഷിയായിസത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ജൂതന്മാരുടെ ചരിത്രം പോലെ തന്നെ രക്തപങ്കിലമാണ്. ഞാൻ ചില സംഗതികൾ ഇവിടെ പറയാം. അതായത് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ രക്തച്ചൊരിച്ചിലുകളും ചതികളും വഞ്ചനകളും പറഞ്ഞാൽ തീരാതെ മണിക്കൂറുകളോളം പറയേണ്ടി വരും. ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ മഹാനായ ഇയാളിവിടെ പറഞ്ഞു അലി റളിയല്ലാഹുവിനെ കൊന്നതാരാണ്? അലി റളിയല്ലാഹുവിനെ കൊന്നതാരാണ്? ഈ ഖവാരിജുകളും അതുപോലെ തന്നെ ഈ ഷിയാക്കളും അടക്കമുള്ള ആളുകൾ കൂഫയിൽ നിന്ന് കൊന്നവരാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നതാരാണ്? ഈ അബ്ദുല്ലാഹിബ്നു സബ അടക്കമുള്ള ആളുകൾപ്പെട്ട ആൾക്കാരായിരുന്നു. ഇനി ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നതാരാ? ഹുസൈൻ റളിയല്ലാഹുവിനെ കൂഫയിലേക്ക് കത്തുകൾ അയച്ച് വരുത്തി കർബലയിൽ സഹായികളില്ലാതെ ഒറ്റപ്പെടുത്തുകയും എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്ത് മുഖ്താർ അലി സഖഫി എന്ന് പറയുന്ന ഷിയ റാഫിളിയാണ്. ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നതിൽ പ്രധാനമായിക്കൊണ്ടുള്ള ഷിയാക്കളായിരുന്നു. ഇനി അബ്ബാസി ഖലീഫയായിരുന്ന അൽ റാളി ബില്ല എന്ന് പറയുന്ന വ്യക്തിയോട് ചതിച്ച് കൊലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിയ ബൂയികൾ എന്ന് പറയുന്ന ഷിയാക്കളായിരുന്നു. തർത്താരികളായ ആളുകൾ, ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന മംഗോളിയൻസ് അഥവാ തർത്താരികൾക്ക് ബഗ്ദാദ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ തലസ്ഥാനമായി ഇസ്ലാമിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിച്ചിരുന്ന തലസ്ഥാനത്തേക്ക് കടന്നു കയറാൻ അവർക്ക് സാഹചര്യം ഒരുക്കിക്കൊടുത്ത് ഇബ്നുൽ അൽഖമി എന്ന് പറയുന്ന റാഫിളിയായിരുന്നു. എന്നിട്ട് ഇസ്ലാമിക ദൗലത്തിനെ, ഇസ്ലാമിൻ്റെ സാമ്രാജ്യത്തെയും ഇസ്ലാമിൻ്റെ ഭരണകൂടത്തെയും നാടിനെയും കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഏണി വെച്ചു കൊടുത്തവർ റാഫിദിയാക്കളായിരുന്നു. അതേപോലെ തന്നെ ഷാമിൽ സിറിയയിലേക്ക് തർത്താരികളായ ആളുകൾക്ക് വേണ്ടി ആക്രമണം ചെയ്യാൻ അവർക്ക് കൈപിടിച്ചതും അവരെ സഹായിച്ചതും ഫാത്തിമിയാക്കളായിരുന്നു, ഷിയാക്കളായിരുന്നു. അതേപോലെ തന്നെ സൽജൂക്കി സുൽത്താൻ, ആ സൽജൂക്കി സുൽത്താനോട് വഞ്ചന കാണിച്ച് അയാളെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ച ആരാണ്? അൽ ബസാസിരി എന്ന് പറയുന്ന റാഫിദിയാണ്, ഷിയാണ്. ബൈത്തുൽ മഖ്ദസ് പിടിച്ചെടുക്കാൻ, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖിബിലയായ ബൈത്തുൽ മഖ്ദസ് പിടിച്ചെടുക്കാൻ വേണ്ടി കുരിശു പട്ടാളത്തെ സഹായിച്ചതാരാണ്? അഹ്മദ് ബിൻ അത്ത എന്ന് പറയുന്ന ഷിയ റാഫിദിയാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തോട് ഈ അഹ്ലുസുന്ന എന്ന് പറയുന്ന യഥാർത്ഥ ഇസ്ലാമിനോട് ഷിയാക്കൾ കാണിച്ച വഞ്ചനയാണ്, ചതിയാണ്, ക്രൂരതകളാണ്. ഇനി സലാഹുദ്ദീൻ അയ്യൂബിയെ വധിക്കാൻ, സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന കുരിശു പട്ടാളത്തിൻ്റെ കണ്ണിലെ കരടായിരുന്ന മുസ്ലിങ്ങളുടെ മാണിക്യക്കൊട്ടാരത്തിലെ രാജാവാണ് സലാഹുദ്ദീൻ അയ്യൂബി. ആ സലാഹുദ്ദീൻ അയ്യൂബിയെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന കൻസുദ്ദൗല എന്ന് പറയുന്നത് ഷിയ റാഫിലിയായിരുന്നു. അതുപോലെ തന്നെ ഷാമിൽ, സിറിയയിൽ ഹുലാഖുഖാനെ സ്വീകരിച്ചതും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എഴുതി കൊടുത്തതുമൊക്കെ കമാലുദ്ദീൻ തഫ്തീസി എന്ന് പറയുന്ന ഷിയായിരുന്നു. എത്രത്തോളം ചോദിച്ചാൽ ഹജറുൽ അസ്വദ്, മുസ്ലിമീങ്ങളുടെ കഅബാലയത്തിൽ തവാഫ് തുടങ്ങുന്ന ഹജറുൽ അസ്വദ്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹജറുൽ അസ്വദ്, ആ ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയ ആ ക്രൂരത നടത്തി അവിടുത്തെ മുസ്ലിമീങ്ങളെ കൊല ചെയ്ത, ഞാൻ ചരിത്രം വായിക്കാം. കൊല ചെയ്ത ആരാണ്? അബു താഹിർ അൽ ഖർത്തമി എന്ന് പറയുന്ന കറാമിത്തയിൽപ്പെട്ട ഷിയായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് അലി ഷാ അദ്ദേഹത്തിൻ്റെ ഷാമിലേക്കുള്ള യാത്ര, അധിനിവേശം, അതിന് സൗകര്യം ചെയ്ത് കൊടുത്തത് ഷിയാക്കളായിരുന്നു. എത്രത്തോളം വെച്ചാൽ നെപ്പോളിയൻ സിറിയയിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ അതിനും യഥാർത്ഥത്തിൽ സൗകര്യം ചെയ്ത് കൊടുത്തത് ഷിയ റാഫിലുകളാണ്. അപ്പോൾ ലോകത്ത് ഈ ഷിയായിസത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഷിയായിസത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക, ചതിയുടെയും വഞ്ചനയുടെയും രക്തച്ചൊരിച്ചിൻ്റെ ചരിത്രമാണ്. ഇനി മാത്രമല്ല ഷിയാക്കളുടെ വിശ്വാസം എന്താ? അപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ അഹ്ലുസുന്നയുടെ ഇസ്ലാമിനെ പറ്റിയാണ് പറഞ്ഞത്, അതിൻ്റെ ചോര മണക്കുന്നതാണ്, കൊലപാതകത്തിൻ്റെതാണ്. യഥാർത്ഥത്തിൽ ഈ ഷിയാക്കളുടെ വിശ്വാസം എന്താണ്?
യഥാർത്ഥത്തിൽ ചോര മണക്കുന്നതും അതുപോലെ തന്നെ രക്തപങ്കിലുമായ ചരിത്രം ഷിയാക്കളുടേതാണ്. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന അഥവാ അഹ്ലുസുന്നെ അവർ നാസിബികൾ എന്ന് വിളിക്കുക. അപ്പം നാസിബികളായ ആളുകളെ കൊല്ലൽ അനുവദനീയമാണെന്നാണ്. ഇപ്പോൾ പിന്നെ ഐലുൽ ഷറായി എന്ന് പറയുന്ന ഈ നജ്ഫിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമുണ്ട്. അത് മുഹമ്മദ് ബിൻ അലി ബിൻ ബാബവൈഹി എന്ന് പറയുന്ന അൽ ഖുമ്മി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ ഐലുൽ ഷറായിൻ്റെ 601 പേജിൽ ദാവൂദ് ബിൻ ഫർഖദ് പറയാൻ ഖാല ഖുൽതു ലി അബി അബ്ദില്ല അലൈഹിമുസ്സലാം, ഞാൻ അബു അബ്ദുള്ളയോട് ചോദിച്ചു, മാ തഖൂലു ഫി ഖത്ലി നാസിബ് ഐ സുന്നിയായ ആളുകളെ കൊല്ലുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അയാൾ പറയുന്നത് ഹലാലുദ്ധം, കൊല്ല, ഒരു കുഴപ്പമില്ല. അപ്പം ആരാണ് ഇവിടെ ഈ ചോര ചിന്തുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥന്മാരാരാണ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള കോടാനുകോടി സുന്നിയുടെ രക്തം ഹലാലാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കുമ്മിലുമൊക്കെയുള്ള റാഫിദി ഷിയാക്കൾ. ഇനി തീർന്നോ? ഇനി നിഅമത്തുള്ള അൽ ജസായിരി എന്ന് പറയുന്ന ഒരു സൂഫി ഈ ഷിയ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ വസായിലു ഷിയ എന്ന് പറയുന്ന ഇതിൽ കാണാം. അതുപോലെ തന്നെ അൻവാറുൻ നുഅമാനിയിൽ കാണാം. അദ്ദേഹം പറയും ജവാസു ഖത്ലിഹിം യൈനി അന്നവാസി വസ്തിബാഹത്തു അംവാലിഹിം, അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കലും അവരെ കൊല ചെയ്യലും അനുവദനീയമാണ്. ഇപ്പം സുന്നികളെ കൊല്ലൽ അനുവദനീയമാണെന്ന് അഖീദയുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ആളുകൾ വന്നിട്ട് പറയണത് അഹ്ലുസുന്നയുടെ ചരിത്രം എന്ന് പറഞ്ഞ രക്തപങ്കിലമായ ചരിത്രമാണ് എന്നാണ് മുസ്തല ഇവർ പറയുന്നത്. മാത്രമല്ല ഈ ഷിയ കറാമിത്തുകളുടെ ചരിത്രം പഠിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോടും അഹ്ലുസുന്നയുടെ സാധാരണക്കാരോടും നടത്തിയ ക്രൂരതകൾ ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. ഹിജ്റ 294 ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഈ ഹാജിമാർ ഇവർ കറാമിത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു കറാമിത്തുകൾ കൊല്ലാണ്. ഇതൊരു ചരിത്രം രേഖപ്പെടുത്തുന്നത് വെച്ചാൽ ഫഇൻദമാ റജഉ ഖതലൂഹും അൻ ആഖിരിഹിം, ചരിത്രത്തിൽ കാണാം. ഇബ്നു അസീറിൻ്റെ അൽ കാമിൽ ഫി താരീഖ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ചരിത്രഗ്രന്ഥത്തിൽ പറയാണ് ഈ ഷിയാക്കൾ അവർ ഹജ്ജ് ചെയ്ത് മടങ്ങുന്ന ആളുകളെ കൊല്ലാൻ, ഹാജിമാരെ കൊല്ലാൻ. എന്നിട്ട് വക്കാന നിസാഉൽ ഖറാമിത്ത യത്തുഫ്ന ബൈനൽ ഖത്ല, ഈ കൊല ചെയ്യപ്പെട്ട ഇത് മൃതപ്രായമായി കിടക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്യാണ്, വെള്ളവുമായിട്ട് ഇവരിങ്ങനെ പോകാൻ. അതായത് ഈ പരിക്കേറ്റ് കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നയിൽപ്പെട്ട ഹാജിമാരുടെ അടുക്കലേക്ക് വെള്ളവുമായിട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് വയറുന്ന അലഹിമൽമ, എന്നിട്ട് വെള്ളം കൊടുക്കണ പോലെ കാണിക്കും. ഫമൻ കല്ലമഹുന്ന ഖതൽനഹു, അതായത് ആ വെള്ളം വേണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ ഒരു ജീവൻ ഉണ്ട്, മനസ്സിലായല്ലോ. അതെ. അപ്പം എന്ത് ചെയ്യും, അവരെ കൊല്ലും. ഫഖീല ഇന്ന അദദൽ ഖത്ല ബലഗ ഫി ഹാദിഹിൽ ഹാദിസ 20,000, 20,000-ലധികം മുസ്ലിമീങ്ങളാണ് അവർ കൊന്നത്. 20,000-ലധികം മുസ്ലിമീങ്ങളെ ഈ ഹജ്ജ് ചെയ്തു മടങ്ങുന്ന ഹാജിമാർ, നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിൻ്റെ അതിഥികളായി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന 20,000-ലധികം മുസ്ലിമീങ്ങളെ കൊന്നെടുക്കും. ഇത് മാത്രമല്ല വഹും ഫി കുല്ലി ദാലിക യഗൂറുൻ ആബാർ വയുഫ്സിദൂന മാഅഹ ബിൽ ജൈഫി വത്തുറ വൽ ഹിജാറ, ഇതിൻ്റെ ആ നാടിലുള്ള മുഴുവൻ കിണറുകളെയും അതുപോലെ തന്നെ എല്ലാം നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. അപ്പോൾ ആരുടേതാണ് രക്തപങ്കിലമായ ചരിത്രം? ഇത് തീർന്നിട്ടില്ല, ഇനിയും പറയണം. ഈ ഹിജ്റ 312, ഇതിപ്പോൾ 294, ഇനി ഹിജ്റ 312 അബൂ താഹിർ എന്ന് പറയുന്ന ഷിഈ കർമത്തി, അയാളൊരു സൈന്യം നിയോഗിക്കുകയും ആ സൈന്യത്തെ ഖത്ലു വ തറക്കൽ ബാഖൂന ഫി അംകിനീൻ, മുസ്ലിമീങ്ങളെ അവർ കൊന്നു. ഇതേപോലെ തന്നെ ഹാജിമാരെ കൊന്നു. എന്നിട്ട് ഹാജിമാരെ കൊന്നിട്ട് പകുതി ജീവച്ഛവമാക്കിയിട്ട് അവർ വിട്ടിട്ട് ഫമാത അക്തറും ജൂഅൻ വഅതശം മിഹരി ഷംസി, പകുതി കുറുജീവനാക്കി വിട്ടിട്ട് അവരെ എന്താ പറയുക, വിശന്ന് അതുപോലെ തന്നെ ദാഹിച്ച് ഈ മുസ്ലിമീങ്ങളായ ഹജ്ജാജിമാർ മരണപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ. ഇനി മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ ഈ മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഹിജ്റ 642
വർഷത്തിൽ നടന്ന ചരിത്രം പറയാൻ അദ്ദേഹം പറയാണ്, അബൂ ത്വാലിബ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽഖമി എന്ന് പറയുന്ന ഷിയ തർത്താരികളായ ആളുകൾക്ക് മുസ്ലിമീങ്ങളെ ആക്രമിക്കാനും മുസ്ലിമീ രക്തം ചിന്താനുമുള്ള മുഴുവൻ അവസരങ്ങൾ കൊടുത്ത ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇങ്ങനെ എത്ര ചരിത്രങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം ചോദിച്ചാൽ ഈ അബൂ താഹിർ ഖറാമത്തി ഈ ഹറമിൻ്റെ ഉള്ളിൽ ആളുകളെ കൊന്നിട്ടുണ്ട്. ഈ ഹജറുൽ അസ്വദ് പിന്നെ കട്ട് കൊണ്ടുപോയപ്പോൾ ഹറമിൻ്റെ ഉള്ളിൽ വെച്ച് 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നിട്ട് ഈ കൊന്ന ആളുകളുടെ മൃതശരീരം സംസം കിണറിലേക്ക് ഇട്ടു എന്ന ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ ക്രൂരന്മാരും ഇത്രയും രക്തം ചിന്തിയ ആൾക്കാരാണ് ഷിയാക്കൾ. അപ്പോൾ ഈ ഷിയാക്കളൊക്കെ വെള്ളപൂശുന്ന ആൾക്കാരൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ. ഈ അഹ്ലുസുന്നിയുടെ രക്തത്തിൻ്റെ മുകളിലൂടെ ഇല്ലാതെ ഷിയായിസം ലോകത്ത് നടന്നിട്ടില്ല. ഇനി ഇന്നെടുത്തു വെക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് നമുക്കറിയാം സിറിയയിൽ ബഷാറുൽ അസദിൻ്റെ നേതൃത്വത്തിൽ പിന്നെ സുന്നികൾ ലക്ഷക്കണക്കിന് സുന്നികളൊക്കെ ഒന്ന് നടക്കുക. വല്ല കണക്കുണ്ടോ? ഒരു കണക്കുമില്ല. ജീവനോട് എൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ കാണാമല്ലോ, ജീവനോടുകൂടി മനുഷ്യന്മാരെ വെടിവെച്ച് സുന്നി പിന്നെ യുവാക്കളെ വെടിവെച്ച് കുഴിമാടത്തിലേക്ക് തള്ളിയിട്ട് കൊന്നുകളയുന്ന ചരിത്രം ഇത് ലോകത്ത് അഹ്ലുസുന്നിൻ്റെ ചരിത്രത്തിലില്ല. അതേപോലെ തന്നെ ഇറാഖിൽ IS പേര് പറഞ്ഞ് ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ കൊന്നൊടുക്കി. ഈ യമനിൽ ഹൂസികളായിട്ടുള്ള ആളുകൾ എത്ര അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കി. അപ്പോൾ ഈ മുസ്തഫ പറയുന്ന രക്തപങ്കിലുമായ ചരിത്രം അത് മുസ്തഫാൻ്റെ പാർട്ടിക്കേ പറ്റുള്ളൂ. അത് അഹ്ലുസുന്നയുടെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മവദ്ദത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ചരിത്രമാണ്. അത് അഹ്ലുസുന്നയിൽ മാത്രമേ ഉള്ളൂ. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ സുന്നികളെ കൊല്ലണം. അതുപോലെ തന്നെ പിന്നെ എത്രത്തോളം ചോദിച്ചാൽ ഹുമൈനി അടക്കമുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തുന്ന കഥയാണ്. ഈ ആളുകൾക്കൊക്കെ വേണ്ടി പിന്നെ വിളിക്കുന്ന, അവർക്ക് വേണ്ടി ഫ്ലക്സ് വെക്കുന്ന, അവർ ഷഹീദുകളായിക്കൊണ്ട് വാഴ്ത്തുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻഗാമികളുടെ ഈ രക്തത്തിലൂടെയാണ് ഷിയാക്കൾ ലോകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, രഥമോട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ നിങ്ങൾ പിന്നെ ഷിയാക്കളെ പുകയത്തുന്ന ഓരോ പുകയത്തലിനും ഈ നിങ്ങൾ പടച്ചറബിൻ്റെ അടുക്കൽ മറുപടിയുണ്ട്. ഈ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തിയിട്ടാണ്, ഈ അഹ്ലുസുന്നയിൽപ്പെട്ട ആളുടെ രക്തം ചിന്തിയിട്ടാണ് ഷിയാക്കൾ എന്നിട്ട് ലോകത്ത് വളർന്നിട്ടുള്ളൂ. എന്നാൽ അഹ്ലുസുന്നയുടെ രക്തത്തിലൂടെയാണ് ഷിയാക്കൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ ആ രക്തമെങ്കിലുമായ ചരിത്രം മുസ്ലിമീങ്ങളായ ആളുകൾ മനസ്സിലാക്കണം. ഈ രക്തക്കൊതിയന്മാരായ ചോര മണക്കുന്ന ഷിയായിസത്തെ തിരിച്ചറിയുകയും വേണം. എന്താണ് മുസ്തഫ ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ പിന്നെ പുറത്ത് കാണുന്ന ഷിയായിസത്തിൻ്റെ മുഖമല്ല അതിൻ്റെ അകം. അതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമായത്. കാരണം കൊടും ക്രൂരതയുടെ ഏറ്റവും വലിയ പിന്നെ കൊടുമുടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഉച്ചിയിലാണ് ഈ ക്രൂരതയുടെ കാര്യത്തിൽ ഷിയാക്കൾ ലോകത്ത് അന്നും മധ്യകാലത്തും ഇന്നും ഒരവസ്ഥ അങ്ങനെയാണ്. ഇതൊക്കെ ഇങ്ങനെ ചരിത്ര യാഥാർത്ഥ്യം ജീവനോടെ ഉണ്ടായിട്ടും ശുദ്ധ ഷിയായിസത്തിന് ശിക്ഷണം കൊടുക്കുകയാണ് കുറേ ആളുകൾ. അതിന് ചെറിയ വേദികൾ ഒരുക്കിയും അതേപോലെ സെമിനാറുകൾ നടത്തിയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ പലതും എഴുതി പ്രചരിപ്പിച്ചു. ഇപ്പോൾ പുസ്തകങ്ങൾ വരെ ഈ ശിക്ഷണം പിന്നെ നന്നാക്കാൻ വേണ്ടി എന്താക്കി കുറേ കൂലി എഴുത്തുകാർ അതിനു വേണ്ടിയൊക്കെ രംഗത്ത് വന്നൊരു കാലഘട്ടമാണ്. മാത്രവുമല്ല പിന്നെ ഈ ഷിയ സന്തതിയായിട്ടുള്ള സൂഫിസം അതിലൂടെ സഞ്ചരിക്കാനാണ് പിന്നെ കുറേ ആളുകൾ സന്നദ്ധരാകുന്നത്. ഇപ്പോൾ ഈ മുസ്തഫ തന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഹല്ലാജ് ഇബ്നു അറബി പോലെയുള്ള ഈ തനിച്ച ഷിയാക്കളെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട്. ഹല്ലാജും ഇബ്നു അറബിയൊക്കെ നേരെ ചെന്നെത്തുന്നത് എവിടേക്കാണ്? അലിയിലേക്കാണ്, അങ്ങനെ ഹസൻ ഹുസൈൻ, അങ്ങനെ നബിയിലേക്ക്. ഈ അദ്വൈത അവതാരവാദമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന നിലക്ക് ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ണിയാണ്. അതേപോലെ തന്നെ പിന്നെ ഷിയാ തത്വങ്ങളെ താലോലിച്ച് നടക്കുന്ന ഇഖ്വാനികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതൊരു പിന്നെ ആശയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊക്കെ ഇഖ്വാനിസം ഇങ്ങനെ മുഴച്ചു കാണും. ഇപ്പോൾ ഇറാനിൽ നടന്ന ഷിയാ ക്രൂരതകൾ, അതേപോലെ തന്നെ അവിടെ പിന്നെ ഹുമൈനിക്ക് ശേഷം ഖാംനഈ അതിൻ്റെ പ്രചാരകനായി മാറിയത്. എന്നിട്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ പ്രവാചകന്മാരുടെ ചരിത്രവുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ബന്ധിപ്പിച്ചിട്ട് അവർക്ക് തുല്യമാക്കി ഇവരെ അവതരിപ്പിക്കുക. ഇങ്ങനെ
ഇഖ്വാനിസം എന്ത് ചെയ്യുന്നു, പല നിലക്കും ഇതിലൂടെ പിന്നെ ഇങ്ങനെ പല്ലിളിച്ച് നടക്കുകയാണ്, ആ രൂപത്തിലാണ്. അതേപോലെ തന്നെ ഈ സയണിസത്തിൻ്റെ സ്വാധീനം, എന്തും ഇങ്ങനെ വളരെ ലാഘവത്തോടെ വളരെ നിസ്സാരമായിട്ട് അതൊന്നും പ്രശ്നമല്ല, ഇങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് നിലപാടുള്ളവരെ കൂടി കൊണ്ടുപോകുന്ന പ്രവണത ഇന്ന് വ്യാപിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് മലിനമായ ഒരു അന്തരീക്ഷം ഈ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഷിയാക്കൾ വഴി കടന്നു വന്ന ജാറ മക്ബറ വ്യവസായങ്ങൾ അത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പ്രചാരത്തിലാണ്. അതേപോലെ പിന്നെ ഷിയാക്കളുടെയും സൂഫികളുടെയും ആശയങ്ങൾ പിന്നെ എന്താണ് ഇങ്ങനെ കുത്തിയൊലിച്ചു വരുന്ന രൂപത്തിൽ, മലവെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ചു വരുന്ന രൂപത്തിൽ കുറേ ഖവാലി എന്ന പേരിൽ കുറേ പാട്ടുകൾ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച്, അതേപോലെ തന്നെ ഈ നന്നായി പിന്നെ ഭൗതിക മേഖല പഠിച്ചു പോകുന്ന ആളുകളെ കേന്ദ്രീകരിച്ച്, അതേപോലെ പള്ളികൾ കേന്ദ്രീകരിച്ച്, ഇങ്ങനെ കല്യാണ സരസ്സുകളിൽ വരെ ഇതിൻ്റെ അർത്ഥം നോക്കിയാലേ അപകടം മനസ്സിലാവുള്ളൂ. ആളുകൾക്കൊരു ഈണമാണ്, ഒരു ആസ്വാദനമാണ്. പക്ഷെ ആസ്വാദനത്തിലൂടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന വിഷം, അതിൻ്റെ കറുപ്പ് കാണാൻ എന്ത് ചെയ്യുന്നില്ല, ആൾക്കാർക്ക് സാധിക്കുന്നില്ല. പിന്നെ മാത്രവുമല്ല, മുൻഗാമികളെ അവരെ നിരാകരിക്കുന്ന ഒരവസ്ഥ വ്യാപിക്കുകയാണ്. പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് അവരെ പിൻപറ്റൽ നിരാകരിക്കുക പലരും. അതേപോലെ പ്രമാണ നിഷേധം പെരുകുകയാണ്, ആദർശത്തെ ആപ്പിലാക്കുന്ന പ്രവൃത്തികൾ വ്യാപിക്കുകയാണ്. അപ്പോൾ ഇത് പ്രസംഗത്തിലൂടെ, എഴുത്തിലൂടെ, മെസ്സേജുകളിലൂടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിത്നയുമായി ബന്ധപ്പെട്ട്, കാരണം നിങ്ങളിൽ ചിലരെ നിങ്ങൾക്ക് ഫിത്നയാക്കിയെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ അതിൻ്റെ ലക്ഷ്യം പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കുന്നവരാണോ എന്ന് പരീക്ഷിക്കാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈമാനിൽ, നമ്മുടെ നിലപാടിൽ ക്ഷമയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന പരിശോധന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മൂർച്ചയില്ലാത്ത സംസാരങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, അള്ളാഹു നമുക്ക് തരികയാണ്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഫിത്നയുടെ സന്ദർഭത്തിൽ അതിലേക്ക് നടന്നോ അല്ലെങ്കിൽ അവിടേക്ക് ഓടിയോ അല്ലെങ്കിൽ എത്തി നോക്കിയോ ഒന്നും അതിലേക്ക് പോകാൻ പാടില്ല എന്ന് പഠിപ്പിച്ചല്ലോ. അവിടെ പ്രത്യേകം കാണാം, പിന്നെ വമൻ യുശ്രിഫ് ലഹാ തസ്തശ്രിഫുഹു എന്നാണ്. ആരെങ്കിലും അതിലേക്ക് തലയിട്ട് നോക്കിയാൽ, ഞാനൊന്ന് കാണട്ടെ, ഞാനൊന്ന് കേൾക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന നിലയ്ക്ക് തലയിട്ട് നോക്കിയാൽ അവൻ അതിൽ പെടുന്നതാണ്. കാരണം ഈമാനികമായ ദുർബലത അതിലേക്ക് അവനെ കൊണ്ടുപോകും. പിന്നെയോ വമൻ വജദ മൽജഅൻ ഔ മആദൻ, ആരെങ്കിലും ഒരു അഭയം, ഒരു രക്ഷ അയാൾ കണ്ടാൽ ആ രക്ഷ അവൻ സ്വീകരിക്കട്ടെ, ആ അഭയം പ്രാപിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫിത്നകളിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു വലിയ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയ പ്രേക്ഷകരെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വഹ്ദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.